ട്രിപ്പിൾസ് ഇൻഫോ A4 ആയുർവേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അറിവിലൂടെ ആരോഗ്യം, ആരോഗ്യം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിൽ ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന അറിവുകൾ അടുത്ത നൂറ്റാണ്ടിൻ്റെ ഔഷധം എന്നറിയപ്പെടുന്ന ബ്രഹ്മിയെപ്പറ്റിയാണ്. ബ്രഹ്മി ഔഷധരംഗത്തെ ഒറ്റയാനാണ്, സമാന്തരങ്ങളില്ലാത്ത ഉന്നതൻ. ബ്രഹ്മിയുടെ ശാസ്ത്രനാമം ബക്കോപ്പ മൊനിരെ പെനൻ എന്നാണ്. സ്ക്രോഫുലാരിയേസി സസ്യകുടുംബത്തിലെ അംഗമാണ് ഈ അത്ഭുത സസ്യം. ഭാരതത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ബ്രഹ്മി കണ്ടുവരുന്നു. നിലത്തു പടർന്നു വളരുന്ന പുൽവർഗത്തിൽപ്പെട്ട ഒരു ചെറു സസ്യം, അതാണ് ബ്രഹ്മി. സംസ്കൃതത്തിൽ ഇതിന് ശീതകാമിനി, സപ്തളത്രായമാണ എന്നീ പേരുകളുണ്ട്. ബംഗാളിയിൽ ബ്രഹ്മിസാഗ എന്നും തമിഴിൽ നീർബ്രഹ്മി എന്നും തെലുങ്കിൽ സാമ്പ്രണിച്ചെട്ടു എന്നും വിളിച്ചു വരുന്നു. നമ്മുടെ ജലാശയങ്ങളുടെ ഓരത്തും വയൽവരമ്പുകളിലും ബ്രഹ്മി ധാരാളമായി വളർന്നിരുന്നു. തലതിരിഞ്ഞ കീടനാശിനി പ്രയോഗം മൂലം അത് കുറഞ്ഞുവെങ്കിലും ഇന്നും നാട്ടിൻപുറങ്ങളിൽ ബ്രഹ്മി സാധാരണമാണ്. പല വൻകിട ആയുർവേദ കമ്പനികളും ബ്രഹ്മിയുടെ ലേബലിൽ കോടികൾ ഉണ്ടാക്കുമ്പോൾ യഥാർത്ഥ ബ്രഹ്മി ഗ്രാമങ്ങളിൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്നു. വളരെ പണ്ടുമുതലേ ഗർഭസ്ഥ ശിശുവിൻ്റെ ബുദ്ധിവികാസത്തിന് ഗർഭിണികൾക്കും ജനിച്ച ശിശുക്കൾക്കും ബ്രഹ്മി ഔഷധങ്ങൾ കൊടുത്തിരുന്നു. ഈ അത്ഭുത സസ്യത്തിൻ്റെ ഗുണഗണങ്ങൾ സഹസ്രയോഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തെ ത്വരിതപ്പെടുത്തുവാനും നാഡികളെ ഉത്തേജിപ്പിക്കാനുമുള്ള ബ്രഹ്മിയുടെ ശേഷി ഇപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കൂടിയ മാത്രയിൽ വിരേചനം ഉണ്ടാക്കും എന്ന ഒരു ദോഷവശം ബ്രഹ്മിക്കുണ്ട്. പക്ഷേ തലച്ചോറിൻ്റെ ഈ പ്രിയ തോഴൻ അത്ഭുത വീര്യവാൻ തന്നെ. ഇനി നമുക്ക് ഇവയുടെ ഉപയോഗത്തെപ്പറ്റി അറിയാം. കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും മാനസിക ഉല്ലാസത്തിനും ബ്രഹ്മി ഒരു ഉത്തമ ഔഷധമാണ്. കൂടാതെ നിത്യയൗവനത്തിനും മഹോദരം, അപസ്മാരം തുടങ്ങിയവയ്ക്കും വളരെ ഫലപ്രദമാണ്. ഓർമ്മശക്തിക്കും വ്രണങ്ങൾ പഴുത്തു പൊട്ടുന്നതിനും ബ്രഹ്മി വളരെ ഉപയോഗപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ, ശാരീരികമായ അവശതകളും അസുഖങ്ങളും മാറുവാനാണ് നാം ഔഷധങ്ങൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ ബ്രഹ്മി ഔഷധമല്ല. കാരണം ബുദ്ധിവികാസമാണ് ബ്രഹ്മി തരുന്നത്. മാനസിക ഉന്മേഷവും ബുദ്ധിവികാസവും ഓർമ്മശക്തിയും തരുന്ന ബ്രഹ്മിയെ അടുത്ത നൂറ്റാണ്ടിൻ്റെ ഔഷധം എന്ന് വിളിക്കുന്നതിൽ ഒട്ടും അത്ഭുതമില്ല. ബ്രഹ്മിയുടെ ഔഷധ പ്രാധാന്യത്തെപ്പറ്റി കുറേയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു ആയുർവേദ സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.